നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. കാറ്റിലും മഴയിലും വ്യാപക നാശം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ശക്തമായ മഴ സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് കളക്ടർ. പുന്നൂർക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പുറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരച്ചു കയറി. കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കടവിൽ നിന്നും ശക്തമായ തിരയടിച്ച് റോഡിലേക്ക് കയറി. പാലപ്പെട്ടി കാപ്പിരിക്കടവിലെ അലിയാർ പള്ളി കടലേറ്റ ഭീഷണിയിൽ. കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഞ്ചേക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുവാൻ ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മൊബൈൽ FSTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂരിൽ നിന്നുള്ള മണ്ണെടുപ്പിൽ ദുരിതത്തിലായി പ്രദേശവാസികൾ. കുന്നിടിച്ച് മണ്ണെടുത്തിനെ തുടർന്ന് മഴവെള്ളം ഗതിമാറി ഒഴുകി വീടുകളിലേക്ക് എത്തുന്നതാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത്. തലമുറകൾക്ക് അറിവ് പകർന്ന പൊതുവിദ്യാലയത്തിനായി അപൂർവങ്ങളിൽ അപൂർവവും ഉന്നതവുമായ മാതൃക തീർത്ത് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ തടാകം MV കുഞ്ഞഹമ്മദ് ഹാജി. 124 വർഷം പഴക്കമുള്ള പുനീർ GMLP സ്കൂളിനെ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ MV കുഞ്ഞഹമ്മദ് ഹാജി 51,90,000 രൂപ ചെലവഴിച്ച് സൗജന്യമായി വാങ്ങി നൽകിയ 30.25 സെന്റ് ഭൂമിയുടെ ആധാരം മന്ത്രിക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ കാലവർഷം അതിശക്തമായി. മലബാറിലെ 5 ജില്ലകൾ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട്. 9 ജില്ലകൾ ഓറഞ്ച് അലർട്ടായിരുന്നു. 8 ദിവസം നേരത്തെയാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വ്യാപകമായ മഴ തുടരുകയാണ്. കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ മണ്ണിടിച്ചൽ ദുരന്തം സംഭവിച്ച വിലങ്ങാട് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും മെയ് 26 റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലുമാണ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തിങ്കളാഴ്ച ജില്ലയിലെ അംഗൻവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. പുന്നൂർക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പുറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരച്ചു കയറി. വെള്ളിയാഴ്ച രാത്രി മുതൽ പെയ്തു തുടങ്ങിയ ശക്തമായ മഴയിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. പുതുതായി നിർമ്മിച്ച അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡിന്റെ ഏതാനും മീറ്റർ അകലെയാണ് കടൽത്തിര എത്തിയത്. തിരമാലകൾ റോഡിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. മഴ ശക്തമായതിന് പിന്നാലെയാണ് കടൽക്ഷോഭവും രൂക്ഷമായത്. കാപ്പിരിക്കാട്, തങ്ങൾപടി, പെരിയമ്പലം, അണ്ടത്തോട് മേഖലയിലാണ് കടൽ കൂടുതലായും കയറിയിട്ടുള്ളത്. പെരിയമ്പലം ബീച്ച് റോഡ് പൂർണ്ണമായി നേരത്തെ കടലെടുത്തിരുന്നു. ഇവിടുത്തെ തട്ടുകടകൾ ഏതു സമയവും കടലെടുക്കുന്ന സാഹചര്യമാണ്. ബീച്ചിലുണ്ടായിരുന്ന 4 വീടുകളും അപകടാവസ്ഥയിലാണ്. 3 കുടുംബങ്ങളിലെ വീട്ടുകാർ നേരത്തെ വീട് ഒഴിഞ്ഞിരുന്നു. ബീച്ചിലെ അവസാന താമസക്കാരനായിരുന്ന പാലക്കൽ കുഞ്ഞുമുഹമ്മദ് ഞായറാഴ്ച വീട്ടിൽ നിന്നും താമസം മാറ്റി. പെരിയമ്പലത്ത് കടൽഭിത്തി നിർമ്മാണത്തിന്റെ ആദ്യപടിയായി അളവ് തിട്ടപ്പെടുത്താൻ കെട്ടിയ കരിങ്കൽ ഭിത്തി കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭിത്തിയുടെ അടിഭാഗത്തെ കല്ലുകൾ ഇളകി കടലിലേക്ക് ഒഴുകി. കടൽഭിത്തി അശാസ്ത്രീയമാണെന്ന വാദവുമായി പ്രദേശവാസികൾ കടൽഭിത്തിക്കെതിരെ സമരത്തിലാണ്. ഭിത്തി കടലേറ്റത്തിന് പരിഹാരമല്ല എന്ന നിലപാട് ശരിവെക്കുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് പ്രദേശവാസികൾ പറയുന്നു.
നേരത്തെ എത്തിയ കാലവർഷം ഈ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. കടപ്പുറം മഞ്ചങ്ങാടി വളവിൽ കടലിൽ നിന്ന് ശക്തമായി തിരയടിച്ച് റോഡിലേക്ക് കയറി. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തുൾപ്പെടെ കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ശക്തമായ കടൽക്ഷോഭം നേരിട്ടിരുന്നു. നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും പ്രക്ഷോഭങ്ങളെ തുടർന്ന് കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പൂർത്തീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത്തരത്തിൽ കടൽഭിത്തി ഇല്ലാത്ത ഭാഗത്താണ് തിര റോഡിലേക്ക് അടിച്ചു കയറുന്നത്. മഴ കനക്കുന്നതോടെ കടൽക്ഷോഭം ശക്തമായാൽ റോഡ് തകരുന്നതുൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. കുറ്റിക്കാട്ട് തോമസിന്റെ ഇരുനില വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടുപറമ്പിലെ തെങ്ങ് കാറ്റിൽ കടമുറിഞ്ഞ് വീഴുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിലെ ഓടുകൾ തകർന്നിട്ടുണ്ട്. പാലപ്പെട്ടി കാപ്പരിക്കാടിലെ അലിയാർ പള്ളി കടലേറ്റ ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് സ്ഥിതി രൂക്ഷമായത്. മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പരിക്കാട് അലിയാർ പള്ളിയാണ് രൂക്ഷമായ കടലാക്രമണത്തിൽ തകരാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ മുൻഭാഗം മുഴുവനായി തകർന്നു. മണൽത്തിട്ടകൾ കടലെടുക്കുന്നതിനാൽ ഏതു നിമിഷവും വീടാനായി നിൽക്കുകയാണ് ഈ പള്ളി. സമീപത്തെ 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ദേവാലയമാണിത്. പള്ളിയിലെ സാധനങ്ങളെല്ലാം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനാലയം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ് പള്ളി കമ്മിറ്റി. അതിനുവേണ്ടി ഭൂമി വാങ്ങാനുള്ള പരിശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് സ്ഥിതി രൂക്ഷമായത്. മേഖലയിൽ കടൽഭിത്തിയില്ലാത്തതിനാലാണ് നാശനഷ്ടം വർദ്ധിക്കാനിടയായതെന്ന് നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്ത ഹിളർ പള്ളിയും നാശത്തിന്റെ വക്കിലാണ്. സമീപത്തുണ്ടായിരുന്ന തീരദേശ റോഡ് കഴിഞ്ഞ കടലാക്രമണത്തിൽ നശിച്ചിരുന്നു. വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ വർഷം തുടങ്ങിയ സമയത്ത് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഇന്നലെ രാത്രി മുതലാണ് ഈ വിഷയം കണ്ടു തുടങ്ങിയത്. പള്ളി നിസ്കരിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിസ്കരിക്കാനോ മറ്റു കർമ്മങ്ങൾക്കൊന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ പള്ളി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 25 വർഷം മുന്നേ ഭിത്തി നിർമ്മിച്ചാണ്. അതിന് ശേഷം ഒരു വട്ടം പോലും ഇവിടെ കല്ല് നിട്ടിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ മുന്നുണ്ടായിരുന്ന വീടുകളും കാര്യങ്ങളൊക്കെ റോഡ് ഒക്കെ എടുത്തു കൊണ്ടുപോയി. കാട്ടകാമ്പാൽ പലാട്ടുമുറി വടക്കേ തലക്കൽ ശലമോന്റെ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ആൾമറയും മോട്ടോറും മറ്റു മണ്ണിനടിയിലായി. കിണറിലെ വെള്ളവും അപ്രത്യക്ഷമായി. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം പോർക്കുളത്തും സമാനമായ രീതിയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കുളമായി അണ്ടത്തോട് അടിപ്പാത. യാത്രക്കാർ ദുരിതത്തിലാണ്. ഏറെ തിരക്കേറിയ അണ്ടത്തോട് സെന്ററിലാണ് പാലത്തിനടിയിൽ ചളിവെള്ളം കെട്ടിനിൽക്കുന്നത്. ഇതുമൂലം കാൽനട യാത്രികർക്കും ഇരുചക്രവാഹന യാത്രികർക്കും ഈ വഴിയിലൂടെയുള്ള സഞ്ചാരം ദുസ്സഹമായി. ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാകുന്നുണ്ട്. നാക്കോല ഭാഗത്തു നിന്ന് അണ്ടത്തോട് ബീച്ചിൽ നിന്ന് വരുന്ന ക്രോസ് ചെയ്യുന്ന ഭാഗമായതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. 2 സർവീസ് റോഡിനടിയിൽ താഴ്ന്നു കിടക്കുന്നതാണ് വെള്ളം കെട്ടിക്കിടക്കാനുള്ള കാരണം. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി ദേശീയപാത അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണു. സമീപത്തെ വീടിനും കിണറിനും മുകളിലേക്കാണ് തെങ്ങ് വീണത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെട്ട ആളൂർ മനറോഡിൽ താമസിക്കുന്ന മുണ്ടപ്പള്ളിയാലിൽ ശാരദയുടെ കിണറിന് മുകളിലേക്കാണ് സമീപവാസിയുടെ പറമ്പിലെ തെങ്ങ് വീണത്. തെങ്ങ് വീണതിനെ തുടർന്ന് കിണർ ഭാഗികമായി തകർന്നു. മേഖലയിൽ പലയിടത്തും കാറ്റിൽ മരക്കൊമ്പുകൾ ഉൾപ്പെടെയുള്ള വീണിട്ടുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയപാത നിർമ്മാണത്തിനായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂരിൽ നിന്നുള്ള മണ്ണെടുപ്പിൽ ദുരിതത്തിലായി പ്രദേശവാസികൾ. കുന്നിടിച്ച് മണ്ണെടുത്തിനെ തുടർന്ന് മഴവെള്ളം ഗതിമാറി ഒഴുകി വീടുകളിലേക്ക് എത്തുന്നതാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത്. കുന്നിന്റെ താഴ്വാരത്തുള്ള വീടുകളിലേക്കാണ് മഴവെള്ളവും മണ്ണും കൂടി ഒഴുകിയെത്തി ചെളിക്കുളമായിട്ടുള്ളത്. വെള്ളമൊഴുകി വന്ന് വീടുകളുടെ മുറ്റം നിറയെ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. കൂടാതെ കിണറുകളിലും ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പ്രദേശവാസിയായ കണ്ണനായ്ക്കൽ ജോസിന്റെ വീടിനു ചുറ്റും വെള്ളവും മണ്ണും ചേർന്നൊഴുകി വന്ന് ചെളി നിറഞ്ഞ സ്ഥിതിയാണുള്ളത്. കൂടാതെ കാർപോർച്ചിൽ സൂക്ഷിച്ചിരുന്ന വെൽഡിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെള്ളം കയറി ഉപയോഗശൂന്യമായ നിലയിലുമാണ്. ഏകദേശം 35,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. പ്രദേശത്തുനിന്ന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുന്നതിനെതിരെ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളൊന്നാകെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അധികാരികളുടെ ഒത്താശയോടെ വലിയ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിർബാധം തുടരുകയാണ്. മഴ ശക്തമാകുന്നതോടെ പ്രദേശവാസികളുടേത് മഹാദുരിതമായി മാറുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.
വേലൂർ തലക്കോട്ടുകര വിദ്യാ കോളേജിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കുറുമാൽ പെരുവഴിക്കാട്ട് ഗോപാലകൃഷ്ണന്റെ വീടിന്റെ വശത്തിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും കനത്ത മഴയിലുമാണ് ഇത് സംഭവിച്ചത്. മതിൽ വീഴാവുന്ന സ്ഥിതിയിൽ ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. രാജുവിന്റെ വീടിന്റെ സൺഷെയ്ഡ് തകർന്ന നിലയിലാണ്. ഇന്നലെ രാത്രി 1 മണിക്കും പുലർച്ചെ 3 മണിക്കും 2 സമയങ്ങളിലാണ് വീണത്. ബാക്കി ഭാഗങ്ങൾ ഇന്ന് മരവടി ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ അധികൃതരുമായി സംസാരിച്ചു. ഉടൻ തന്നെ എല്ലാം ശരിയാക്കാമെന്നും അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കടങ്ങോട് മുക്കില പീടികയിൽ മരങ്ങൾ വീണ് വീട് തകർന്നു. ചെമ്പ്രയൂർ പുത്തൻ പീടികയിൽ ഉമ്മർ മുസ്ലിയാരുടെ ഓടിട്ട വീടാണ് തകർന്നത്. കാറ്റിൽ വീടിന് സമീപം നിന്നിരുന്ന 3 മരങ്ങൾ കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഗുരുവായൂർ പുതുശ്ശേരി പാടത്ത് മരം വൈദ്യുതി കമ്പിയിലേക്ക് വീണു. പുതുശ്ശേരി പാടം അച്യുതൻ റോഡിലാണ് പാരിജാത മരം വൈദ്യുതി ലൈനിലേക്ക് വീണത്. ഇതോടെ വൈദ്യുതി പോസ്റ്റും ചെരിഞ്ഞു. ഉടനെ KSEB ജീവനക്കാർ സ്ഥലത്ത് എത്തി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. തുടർന്ന് മരം മുറിക്കുന്ന തൊഴിലാളികളെ എത്തിച്ച് കൗൺസിലറുടെയും വാർഡ് വികസന സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി. കുന്നംകുളത്ത് കാറ്റിലും മഴയിലും വീണ്ടും നാശനഷ്ടം. മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. കുന്നംകുളം ന്യൂ ചർച്ച് റോഡിലെ തെക്കേക്കര വിഹൽപ്പ് ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് പുറകുവശത്ത് നിന്നിരുന്ന പുളിമരവും തെങ്ങും വീണത്. ഞായറാഴ്ച രാവിലെ 6:30 സംഭവം. ഈ സമയത്ത് മുകൾ ഭാഗത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഒരു മുറിക്ക് തകരാറും ചുമരിന് വിള്ളലും സംഭവിച്ചു. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുടമ പറഞ്ഞു. കടവല്ലൂർ കോട്ടോൾ തെക്കത്ത് മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ശനിയാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നാണ് കുറുപ്പത്ത് വളപ്പിൽ ധനീഷിന്റെ വീട്ടിലെ പുളിമരം വൈദ്യുതി ലൈനിലേക്ക് കടപുഴകി വീണത്. 4 പോസ്റ്റുകൾ പൂർണ്ണമായി തകർന്നു. 2 പോസ്റ്റുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാലിയിൽ ലത്തീഫിന്റെ ബൈക്കിന് മുകളിലേക്കാണ് ഒരു വൈദ്യുതി പോസ്റ്റ് വീണത്. മരം വീണതിനെ തുടർന്ന് പുളിയൻകോട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലെ വിറക് പുരയുടെ ഷീറ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു. ശക്തമായ കാറ്റിൽ പൊട്ടിവീണ പോർക്കുളം പഞ്ചായത്ത് വാതക ക്രിമിറ്റോറിയത്തിന്റെ വലിയ പുകക്കുഴൽ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു മാറ്റി. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് വാതക ശ്മശാനത്തിന്റെ വലിയ പൈപ്പ് പൊട്ടി തൊട്ടടുത്ത പ്ലാസ്റ്റിക് കമ്പനിയുടെ മേൽക്കൂരയിലേക്ക് വീണത്. പ്ലാസ്റ്റിക് കമ്പനിയുടെ 20ഓളം ഷീറ്റുകൾ തകർന്നിരുന്നു. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കമ്പനി ഉടമ കോട്ടോൾ സ്വദേശി സ്റ്റാൻലി ജാനിഷ് അറിയിച്ചിരുന്നു. മേൽക്കൂര തകർന്നതോടെ യന്ത്രങ്ങൾ മഴ നനയാതിരിക്കാൻ ടാർപോളിൻ കൊണ്ട് മൂടേണ്ടി വന്നു. ആദ്യം ക്രെയിൻ കൊണ്ട് വന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വലിയ ക്രെയിൻ എത്തിച്ചാണ് പൈപ്പ് എടുത്ത് മാറ്റിയത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണെന്ന് വിശ്വസിക്കുന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ സാക്ഷ്യമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്നിന്റെ മുന്നേറ്റമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 124 വർഷം പഴക്കമുള്ള പുന്നൂർ GMLP സ്കൂളിനെ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ MV കുഞ്ഞഹമ്മദ് ഹാജി 51,90,000 രൂപ ചെലവഴിച്ച് സൗജന്യമായി വാങ്ങി നൽകിയ 30.25 സെന്റ് ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കി കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളാകെ അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ആധുനിക മുഖച്ഛായയുള്ള കെട്ടിടങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾക്കും സാധ്യമാകുമെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. UP സ്കൂളുകളിൽ പോലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും നിരവധി പുരസ്കാരങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഭരണ നേതൃത്വം നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്ത്. ഏറ്റവും ആധുനിക മുഖച്ഛായയുള്ള കെട്ടിട സമുച്ചയങ്ങളൊക്കെ സർക്കാർ സ്കൂളുകൾക്കും സാധ്യമാകും എന്ന് തെളിയിച്ച സംസ്ഥാനമായി തല ഉയർത്തി നിൽക്കുകയാണ് നമ്മൾ. രാജ്യത്തിനകത്തും പുറത്തും നിന്ന് നിരവധി പുരസ്കാരങ്ങളാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 6000 കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ചെലവഴിച്ചത്. ഇതോടെ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലൊക്കെ വലിയ അംഗീകാരമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിദ്യാഭ്യാസ മേഖലയിൽ എന്നത്തെയും പോലെ കേരളം നമ്പർ 1 മുന്നേറുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയത്, അതിന്റെ ഭാഗമായി ഇന്ന്
ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലൊക്കെ നമുക്ക് വലിയ അംഗീകാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും നാൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പൊന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ പൊന്നിയൂർ നോർത്ത് GMLP സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ MV കുഞ്ഞിമുഹമ്മദ് ഹാജിയാണ് 51,90,000 രൂപ ചെലവഴിച്ച് 30.25 സെന്റ് ഭൂമി വാങ്ങി സൗജന്യമായി നൽകിയത്. തലമുറകൾക്ക് അറിവ് പകർന്ന പൊതുവിദ്യാലയത്തിനായി അപൂർവങ്ങളിൽ അപൂർവവും വാഴ്ത്തപ്പെടേണ്ടതുമായ ഉന്നത മാതൃകയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ തടാകം MV കുഞ്ഞിമുഹമ്മദ് ഹാജി തീർത്തത്. നാടിനായി വളർന്നുവരുന്ന തലമുറയ്ക്കായി നന്മയുടെ വലിയ മാതൃക തീർത്ത തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജി, വാർഡ് മെമ്പർ സലീല നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, പൊന്നിയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി NP ഷീജ, PTA പ്രസിഡന്റ് റാഷിദ ഷിഹാബുദ്ദീൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, PTA അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും GMLPS പ്രധാനാധ്യാപിക PC വിലാസിനി നന്ദിയും പറഞ്ഞു. ദേശീയപാത 66 ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് ഒരുമനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈ നട്ട് പ്രതിഷേധിച്ചു. കുറുപ്പത്ത് പള്ളിക്ക് മുന്നിലെ അപകടകരമായ ഗർത്തത്തിലാണ് തെങ്ങിൻ തൈ നട്ടത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫാദിൻ രാജ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KJ ചാക്കോ, VP അലി, VM മോഹനൻ, നികേഷ് ഷംസുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അജ്മൽ മജീദ്, മനു ആൻഡോ, അഭിഷേക് തുടങ്ങിയവർ പങ്കെടുത്തു. 5 ഏക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുവാൻ ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. നഗരസഭാ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ FHTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചതിന് ശേഷം 100ഓളം കമാൻഡുകൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അതിലും ആവശ്യപ്പെട്ടത് കളിക്കളമാണ്. നമ്മളിപ്പോൾ 3.5 ഏക്കർ സ്വന്തമായ സ്ഥലം 1.5 ഏക്കർ സ്ഥലം നൽകുന്നുവെന്നാൽ 5 ഏക്കർ സ്ഥലം നമ്മൾ കളിക്കണം നിർമ്മിക്കാൻ കഴിയും. ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനത്തിൽ നഗരസഭ 50 ലക്ഷം രൂപ അടക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ കായിക വകുപ്പ് നൽകാം. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നേടിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭ പരപ്പിൽത്താഴം MCFൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി, ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണിദിവെ, നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK സൈതാലിക്കുട്ടി, AA മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പിൽ താഴത്തുള്ള MCFനോട് ചേർന്ന് നഗരസഭ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയാണ് കളിക്കളത്തിനായി വിനിയോഗിക്കുന്നത്. സെപ്റ്റേജ് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 45 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചരിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനവും ഇതോടെ സജ്ജമായി. ഉദ്ഘാടന പരിപാടി UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. കളരി ആചാര്യൻ പത്മശ്രീ C ശങ്കരനാരായണ മേനോൻ എന്ന ഉണ്ണിഗുരുക്കളുടെ 2ാം അനുസ്മരണ യോഗവും പ്രഥമ കളരി ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും പ്രൗഢമായി നടന്നു. ചാവക്കാട് വല്ലഭട്ട കളരിയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിന് ഉണ്ണിഗുരുക്കളുടെ പത്നി സൗദാമിനിയമ്മ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് തുടക്കമായത്. പ്രശസ്ത തുള്ളലാചാര്യൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഒരു കീർത്തനം പാടി. ഉടയവനേ വരി വണ്ടുപോരിരുൾ പുറുനിരയും നല്ല കണ്ട കാനനം അതിൽ വിളയാടിയ കഞ്ചലോത്. ഈ ശ്ലോകം ചൊല്ലിയപ്പോൾ ആശാൻ ഗുരുക്കളുടെ കണ്ണിങ്ങനെ ചെവിയിലേക്ക് കണ്ണുനീര് വരുന്നത് ഞാൻ ഇങ്ങനെ കാണുകയാണ്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ആയോധനകല എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. കളരി ഒരിക്കലും
അങ്ങനെ ഒന്നിനെയും എതിർക്കാനോ അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാനോ വേണ്ടി ഉണ്ടായിട്ടുള്ള കലയല്ല. അത് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന കലയാണ്. ആരോഗ്യമുള്ളൊരു മനസ്സ് പോലെ തന്നെ ആരോഗ്യമുള്ളൊരു ശരീരവും നമുക്ക് ആവശ്യമാണ്. ഈ ആരോഗ്യമുള്ളൊരു ശരീരം ആവശ്യമാണ് എങ്കിൽ അതിൽ അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ കളരിമുറകളുടെ അഭ്യസനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പ്രഥമ കളരി ശ്രേഷ്ഠ പുരസ്കാരം ജേതാവായ തലശ്ശേരി പുത്തൂർ ഭാരത് കളരിയിലെ പി കൃഷ്ണൻ മാസ്റ്റർക്ക് പി മോഹൻദാസ് സമർപ്പിച്ചു. കെ കൃഷ്ണദാസ് ഗുരുക്കൾ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ഉണ്ണിഗുരുക്കളുടെ മക്കളായ രാജു, ദിനേശ് എന്നിവർ ചേർന്ന് കേശ അവാർഡ് സമ്മാനിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, KT ബാലൻ ഗുരുക്കൾ, യോഗാചാര്യൻ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പി കൃഷ്ണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. തൻ്റെ പിതാവ് മുടവങ്ങാട്ടിൽ ശങ്കുണ്ണി പണിക്കർ 1957 ചാവക്കാട് സ്ഥാപിച്ച വല്ലഭട്ട കളരിയിൽ പിതാവിൻ്റെ കാലശേഷം 60 വർഷത്തോളം പ്രധാന ഗുരുനാഥനായിരുന്നു ഉണ്ണിഗുരുക്കൾ. കളരിപ്പയറ്റെന്ന ആയോധന കലയെ വാനോളം പരിപോഷിപ്പിച്ച് ആയിരക്കണക്കിന് ശിഷ്യസമ്പത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുവാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തു. 2022 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. പുന്നയൂർക്കുളം ആൽത്തറ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. വടക്കേക്കാട് ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് കേരള പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരം. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവർക്കും ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. പദ്ധതിയിലൂടെ തുടർ പഠനത്തിനുള്ള രജിസ്ട്രേഷൻ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 94 97 900 200 എന്ന നമ്പറിലോ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. പദ്ധതി പ്രകാരം തുടർ പഠനത്തിന് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 31 പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ 23 വയസ്സിന് താഴെയുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാം. വിദ്യാർത്ഥികൾക്ക് അതത് ജില്ലയിൽ പരിശീലനം നൽകും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകളും മെന്ററിംഗ്, മോട്ടിവേഷൻ പരിശീലനങ്ങളും നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ സ്വായത്തമാക്കുവാനും ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി അവസരം ഉണ്ടാകും. കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിയുടേതല്ലെന്നും ശ്രീമതി ടീച്ചർ തുടങ്ങിവെച്ചത് ശൈലജ ടീച്ചറും വീണ ജോർജും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഒത്തൊരുമയുടെ കൂടി വിജയമാണ് കോവിഡ് കാലത്ത് നാം നേടിയത്. എല്ലാത്തരം വകുപ്പുകളുടെയും ജനത്തിന്റെയും പിന്തുണ വിവിധ ദുരന്തമുഖങ്ങളെ അതിജീവിക്കാൻ കേരളത്തിന് കരുത്തായിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഴുക്കുചാലുകളുടെ പ്രശ്നമൊക്കെ കാരണം എത്രയോ മനുഷ്യരാണ് ഗുരുവായൂരപ്പനെ തേടി ഈ തീർത്ഥാടന നഗരിയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ നല്ല നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. അത് വളരെ ദീർഘദർശിത്വത്തോടു കൂടി നമ്മുടെ നഗരസഭ നേതൃത്വം കൈകാര്യം ചെയ്യുന്നു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഒരു കാലത്ത് അഴുക്കുചാൽ പ്രശ്നം കൊണ്ട് വീർപ്പുമുട്ടിയ ഗുരുവായൂര് ഇന്ന് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് അവാർഡ് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കഠിന പരിശ്രമം അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, വാർഡ് കൌൺസിലർ സിന്ധു ഉണ്ണി, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനം പുതിയ കേന്ദ്രത്തിൽ ലഭിക്കും. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 7 വരെയാണ് ഡോക്ടറുടെ സേവനം. ഇ-സഞ്ജീവിനി സേവനം വൈകാതെ ലഭ്യമാകും. എരുമപ്പെട്ടി മുട്ടിക്കൽ ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. മുട്ടിക്കൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CR രജിത ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PM സജി, കമ്മിറ്റി സെക്രട്ടറി സുധീഷ്, ട്രഷറർ ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് കുട്ടികൾക്കുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല ആരംഭിച്ചു. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാല വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് ഉപദേശക സമിതി അംഗവും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷനായി. അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജീവ റൂസ്ബി, നഗരസഭാ കൌൺസിലർ ജിൻസി ജോയ്സൺ, സാമൂഹ്യ പ്രവർത്തകൻ ടി.ആർ. രാജൻ, സിനിമാ പ്രവർത്തകൻ ജോൺ ക്ലാരനറ്റ്, സ്കൂൾ മാനേജർ എം. ശശികുമാർ, ഫോട്ടോഗ്രാഫി നാഷണൽ അവാർഡ് ജേതാവ് ബൈജു ഇമേജ്, ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് സി, ചീഫ് ഗ്രൂമർ പ്രേംപ്രകാശ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി പഠന യാത്രകൾ, കലാപരിപാടികൾ, നാടകാവതരണം, ഓട്ടൻതൊഴിൽ തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ വേലൂർ ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലിസ്യു ആശ്രമം സുപ്പീരിയർ അലക്സ് കല്ലറയ്ക്കൽ, കുര്യൻ മലയപ്പറമ്പിൽ, വിൻസെന്റ് പാടൂർ ചാലക്കൽ, ബിജു മേക്കാട്ടുകുളം, ലീന ആന്റണി, ഡെന്നി, ജോജു പനക്കൽ, കുര്യാക്കോസ് സോലക്കെങ്കിൽ, ജൂലി ടിസ്റ്ററന്റ് എന്നിവർ സംസാരിച്ചു. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ജോൺ നെബുംസ്യാന്റെയും മത്തായി സ്ലീഹായുടെയും വേളാങ്കണ്ണി മാതാവിന്റെയും കപ്പേളയിലെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. വൈകിട്ട് 7:15-ന് വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിൽ നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ച് പ്രതിഷ്ഠിച്ചു. തുടർന്ന് കിരീട സമർപ്പണവും നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:45-നും 7-നും ദിവ്യബലിയും 9 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടായി. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം സൗജന്യ ഊട്ടും നടന്നു. വൈകിട്ട് 6-ന് നടന്ന ദിവ്യബലിക്കു ശേഷം കിഴക്കേത്തല കുരിശുപള്ളിയിലേക്ക് വാദ്യമേളങ്ങളുടെ കിരീടമെഴുന്നള്ളിപ്പ്, തുടർന്ന് ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങളും നേർച്ചപ്പായസ വിതരണവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ പറ്റിയക്കൽ, കൈക്കാരന്മാരായ CA ടോണി, CK സെബി, ജോൺസൺ നീലങ്കാവിൽ, തിരുനാൾ കൺവീനർ PV പിയൂസ്, ജോയിന്റ് കൺവീനർ പോളി ജോസ്, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ TM ജോസ്, ഷൈനി കുര്യൻ, CD ജോജു, AC ജെയിംസ്, KF ആൻഡോ, വിൻസെന്റ് പുലിക്കോട്ടിൽ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ഭക്തിനിർഭരമായി. തിരുശേഷിപ്പുകൾ ശനിയാഴ്ച വൈകിട്ട് 8 മണിയോടെ പള്ളിയിലെത്തി. തുടർന്ന് ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം രാത്രി 11 മണിക്ക് ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറത്തിന്റെ സാന്നിധ്യത്തിൽ ചെർളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ബെൻസി CMC 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പ്രദർശനവും വണക്കവും ആരംഭിച്ചു. രാത്രി 12 മണിക്കും പുലർച്ചെ 3 മണിക്കും രാവിലെ 6 മണിക്കും 9 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും വിശുദ്ധ കുർബാന നടന്നു. തിരുശേഷിപ്പുകളുടെ പ്രദർശനവും വണക്കവും രാത്രി 11 മണിയോടെ സമാപിക്കും. കടങ്ങോട് പഞ്ചായത്ത് 12-ാം വാർഡ് എയ്യാൽ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. തുടർച്ചയായി 30-ാം വർഷമാണ് പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള അർഹരായ 1250-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ നൽകുന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PS പുരുഷോത്തമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ PM കുഞ്ഞിപ്പ, KA രാജൻ, KK സുധീൻ, NV സുനിൽ, TS ഗിരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത്. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിവിധ പരിപാടികളോടെ നടത്തി വന്നിരുന്ന നവതി വർഷാചരണത്തിന് സമാപനമായി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം സഭാ പരമാധ്യക്ഷൻ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദാരിദ്ര്യവുമാണ് സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ബാവ പറഞ്ഞു. ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് കരകയറ്റുന്നതിനും സമത്വപൂർണമായ സമൂഹത്തെ നിർമ്മിക്കുന്നതിന് എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കണം. പണത്തിനുവേണ്ടി സർക്കാർ പോലും മദ്യവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഖേദകരമാണ്. മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് നശിക്കുന്ന യുവത്വം വർത്തമാനകാല ആശങ്കയാകുമ്പോൾ സഭയ്ക്കും വിശ്വാസികൾക്കും ഇതിനെതിരെ പോരാടേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ബാവ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ CK അബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റവറന്റ് ജോസഫ് തോലത്ത് എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറി ജോസഫ് ചെറുവത്തൂർ, ട്രസ്റ്റി CS തോമസ്, പള്ളി സെക്രട്ടറി ജിയോ K വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് ഇടവക വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ സ്വാഗതവും CK സാംസൺ നന്ദിയും പറഞ്ഞു.
നവതി വർഷാചരണത്തിന്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, സീനിയേഴ്സ് മീറ്റ്, ദമ്പതി സംഗമം, നവതി ദീപം തെളിയിക്കൽ, മുത്തുകുട സമർപ്പണം, ഭദ്രാസനാടിസ്ഥാനത്തിൽ ആരാധന, സംഗീത മത്സരം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. വിവിധ മേഖലകളിൽ മികവേറിയ നേട്ടങ്ങൾ കൈവരിച്ച ഇടവകാംഗങ്ങളെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. നവതി വിത്ത് ചാരിറ്റി എന്ന പേരിൽ ഭവനങ്ങളിൽ നിന്ന് സമാഹരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള തുക ചടങ്ങിൽ ഇടവകയ്ക്ക് കൈമാറി. കൈസ്ഥാനി CS തോമസ്, സെക്രട്ടറി GOK വിൽസൺ, ജനറൽ കൺവീനർ CK സാംസൺ, മീഡിയ കൺവീനർ മിഖായൽ ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പാർണൂർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. ബൂത്ത് പരിധിയിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ നിർവഹിച്ചു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് UM പ്രസാദ് അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് മുൻ അംഗം AK ജെയിംസ്, PV റാഫി, സുജ ഷാജി, അമൽ കിഷോർ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഈ മാസം സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന KS അനിൽകുമാർ, MG ജോസഫ് എന്നിവർക്ക് ചാവക്കാട് താലൂക്ക് റവന്യൂ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. 3 പതിറ്റാണ്ടുകാലം ചാവക്കാട് താലൂക്ക് ഓഫീസിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത് തഹസിൽദാർമാരായി സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോയവരാണ് ഇരുവരും. നിലവിൽ KS അനിൽകുമാർ കുന്നംകുളം ലാൻഡ് റിഫോംസ് സ്പെഷ്യൽ തഹസിൽദാരും MG ജോസഫ് കൊടുങ്ങല്ലൂർ ഭൂരേഖ തഹസിൽദാരുമാണ്. ചാവക്കാട് നഗരസഭ സമ്മേളനശാലയിൽ നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് സമ്മേളനം നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് തഹസിൽദാർ MK കിഷോർ ഉപഹാര സമർപ്പണവും അനുമോദനവും നടത്തി. ഗായകനും ചിത്രകാരനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ ഗാന ചിത്രാഞ്ജലി അവതരിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ TP ഫർഷാദ്, റിട്ടയർഡ് തഹസിൽദാർ K പ്രേംചന്ദ്, ഡെപ്യൂട്ടി തഹസിൽദാർ PV ഫൈസൽ, സ്പെഷ്യൽ തഹസിൽദാർ CS രാജേഷ്, പുഞ്ച സ്പെഷ്യൽ ഓഫീസർ KG പ്രാൺസിംഗ്, സീനിയർ സൂപ്രണ്ട് CR ജാസൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർമാരായ KK തിലകം, K ആനന്ദൻ, T ബ്രീജകുമാരി, PV രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. KS അനിൽകുമാർ, MG ജോസഫ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. EK രഘുനാഥ് സ്വാഗതവും വില്ലേജ് ഓഫീസർ ജോഷി ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 1-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രാമോത്സവം ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിയൂർ AM-LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർ U മഹേഷ് മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും വാർഡ് കൗൺസിലർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ കുട്ടികളെയും വിവിധ മേഖലകളിൽ സേവന നിരതരായവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർഡ് വികസന സമിതി കൺവീനർ MA ഷാഹിന സ്വാഗതവും CDS മെമ്പർ കൃഷ്ണപ്രിയ നന്ദിയും പറഞ്ഞു. എംപാനൽ കണ്ടക്ടറുടെ കുപ്പായത്തിൽ നിന്ന് കൃഷ്ണൻ മത്സ്യമേഖലയിലേക്ക് എത്തിയിട്ട് 5 വർഷം പിന്നിടുകയാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതോടുകൂടിയാണ് എംപാനൽ കണ്ടക്ടറായിരുന്ന മുല്ലശ്ശേരി പള്ളാറ വീട്ടിൽ കൃഷ്ണൻ കുടുംബം പോറ്റുവാൻ മത്സ്യബന്ധനത്തിനും വിൽപ്പനയ്ക്കുമായി ഇറങ്ങിയത്. KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ടതോടെ തൊഴിൽ രഹിതനായ കൃഷ്ണൻ ഭാര്യയും 2 പെൺമക്കളുമുള്ള കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് മത്സ്യത്തൊഴിലിലേക്ക് തിരിയുന്നത്. കഴിഞ്ഞ 5 വർഷമായി മത്സ്യത്തൊഴിൽ ചെയ്താണ് കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും ഉപജീവനം. പുലർച്ചെ ഉണരുന്ന കൃഷ്ണൻ ആദ്യം പുഴമത്സ്യം ലേലത്തിലൂടെ എടുത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും. മത്സ്യം വിറ്റുകഴിഞ്ഞാൽ ഉച്ചയ്ക്കു ശേഷം വലയുമായി ജലാശയങ്ങളിലെത്തും. വീശുവലയും കണ്ടാടി വലയുമാണ് മത്സ്യം പിടിക്കാൻ കൃഷ്ണൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു തവണ വലയെറിഞ്ഞാൽ അതിൽ നിറയെ കരിമീനും കല്ലുത്തിയും മുണ്ടത്തിപ്പരലും വയമ്പും പിലോപ്പിയും ഉൾപ്പെടെയുള്ള മത്സ്യസമൃദ്ധിയുമായാണ് കൃഷ്ണൻ കരയിലേക്ക് വലിച്ചു കയറ്റുന്നത്. KSRTCയിലെ എംപാനൽ കണ്ടക്ടർ ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഈ തൊഴിലിലൂടെ സന്തോഷമായി കുടുംബം നോക്കാനുള്ള വക കിട്ടുന്നുണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഗുരുവായൂർ ഡിപ്പോയിൽ കണ്ടക്ടറായിരുന്നു എംപാനലിൽ. 5 വർഷത്തിലും മേലെ മുന്നേ ഞങ്ങളെ 5172 പേരെ പുറത്താക്കി. അതിലൊരാളായി ഞാൻ വന്നു. അങ്ങനെ അന്ന് പിന്നെ പണിക്ക് വിളിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങൾ കൂലിപ്പണിക്കും പിന്നെ ഇതായി. പിന്നെ മീൻപിടുത്തവും മീൻ കച്ചവടമാണ് ഇപ്പോൾ ഉപജീവന മാർഗം. പിന്നെ തിരിച്ചു വിളിക്കൊക്കെ ഉണ്ടായി വീണ്ടും ഡെലിവേഴ്സിന് തന്നെ. പിന്നെ പോകാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ട് അവിടെ പോയാൽ പണി കിട്ടുമോ ഇല്ല എന്നുള്ള അറിയില്ല. കാത്തു നിൽക്കണം. ജോലി ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. നമ്മളവിടെ ചെന്ന് കാത്തു നിൽക്കണം. ആരെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അതിൽ വിടും. അതിലും നല്ലതല്ല സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പോൾ മീൻ കച്ചവടമാണ്. മീൻ പിടിക്കുക, മീൻ കച്ചവടമാണ്. അതാണ് ഇപ്പോൾ ഉപജീവനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ കായൽ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ഏറ്റുമീനിന്റെ സമൃദ്ധിയാണിപ്പോൾ. ഉൾനാടൻ മത്സ്യബന്ധനത്തിലേർപ്പെട്ട കൃഷ്ണനെ പോലെയുള്ളവരുടെ വലയും കീശയും മനവും നിറയ്ക്കുന്ന ചാകരക്കാലം കൂടിയാണിത്.
വെള്ളിത്തിരുത്തി അഗോരിസ് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം നടത്തി. കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജിഷ്ണു, മെമ്പർമാരായ വിജേഷ്, വൈശാഖ്, ഷിനു, അപ്പു, ജിത്തപ്പൻ, അരുൺ, കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പോർക്കുളം സെന്ററിലെ MS ഹാളിൽ നടന്ന പഠനോപകരണ വിതരണം റിട്ടയേർഡ് മലയാളം അധ്യാപികയും ചെറുകഥാകൃത്തും കവയത്രിയുമായ KP ശൈലജ ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദേശീയ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും IMA തൃശൂർ ലീഗൽ ഹെഡുമായ ഡോക്ടർ ഋഷിൻ സുമൻ സേവാ സന്ദേശം നൽകി. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. റിട്ടയേർഡ് അധ്യാപിക VK ചന്ദ്രിക, പോർക്കുളം സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, വിദ്യാഭ്യാസ കൺവീനർ സുധാ ഹർഷൻ, ദിവ്യ ടീച്ചർ, MA സുധേഷ് എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിലായി 424 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രഷറർ KS പ്രദീപ്, V അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ശശികുമാർ, ഹരിനാരായണൻ, കൺവീനർമാരായ C മഹേഷ്, K ഷിബിൻ, ശ്രീകാന്ത് പണിക്കർ, MS സുധീർ, അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി ആശീർവാദ പ്രഭാഷണം നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ്, T സോമശേഖരൻ, ക്ഷേത്ര മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി, ബാബു വില്ലയിൽ, ശാന്ത ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. നാട്ടുകാർക്ക് വിശേഷാവസരങ്ങളിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ക്ഷേത്രം ഊട്ടുപുര പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ അറിയിച്ചു. എയ്യാൽ ഗ്രാമസഭ സൗഹൃദ കൂട്ടായ്മയുടെ 3ാമത് പഠനോപകരണ വിതരണവും സ്നേഹാദരവും നടന്നു. അക്ഷരമുറ്റത്തേക്കൊരു നേർവെളിച്ചമെന്ന സന്ദേശത്തോടെ എയ്യാൽ അമ്പലത്തിനു സമീപമുള്ള TM ഹാളിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭാ അഡ്മിൻ EF തോമസ് അധ്യക്ഷനായി. പാലക്കാട് കുടുംബകോടതി ജഡ്ജ് CJ ഡെന്നി മുഖ്യാതിഥിയായ ചടങ്ങിൽ UNESCO പുരസ്കാര ജേതാവ് ശ്യാം സുന്ദർ ഇയാൽ ഡിസൈൻ ചെയ്ത ഗ്രാമസഭാ കൂട്ടായ്മയുടെ പുതിയ ലോഗോ AC മൊയ്തീൻ നാടിന് സമർപ്പിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ചവരെയും കാർഷിക രംഗത്തെ പ്രമുഖരെയും ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമസഭാ കൂട്ടായ്മയെക്കുറിച്ച് റഫീഖ് പത്തൻസ് എഴുതിയ വരികൾക്ക് ഹൈമാവതി ഈണം നൽകി വേദിയിൽ ആലപിച്ച ഗാനം കയ്യടി നേടി. കൂട്ടായ്മയുടെ 2024-25 വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട് ഗ്രാമസഭ ജനറൽ സെക്രട്ടറി സുജീഷ് അവതരിപ്പിച്ചു. തിരഞ്ഞെടുത്ത 150ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളടങ്ങിയ കിറ്റുകൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണം ചെയ്തു. കേവലം ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ കീഴിൽ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാതൃകാപരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ശശിധരൻ, KR സിമി, PS പുരുഷോത്തമൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമസഭാ അഡ്മിൻ അഭിലാഷ് M വിഷയാവതരണം നടത്തി. അഡ്മിൻ TR രബീഷ് നന്ദി പറഞ്ഞു. കരിക്കാട് ഭട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും 10ാം ക്ലാസ് +2 പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. മഹാത്മാ പ്രസിഡന്റ് രതീഷ് KK അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും മെന്ററും അധ്യാപകനുമായ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ KA ജ്യോതിഷ് മുഖ്യാതിഥിയായി. മഹാത്മാ വൈസ് പ്രസിഡന്റ് TP വിമൽ സ്വാഗതവും സെക്രട്ടറി PV സുധീഷ് നന്ദിയും പറഞ്ഞു. PK രതീഷ്, PB നിവാഷ്, ഗിരീഷ് കുമാർ, പിജു ശ്രീധർ, അഭിഷേക് ലാൽ എന്നിവർ സംസാരിച്ചു. ബ്രീത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 100 കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും 10ാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ബ്രീത്ത് കോർഡിനേറ്റർ സനൂപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രധാന അധ്യാപിക സിസ്റ്റർ കൃപ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ MTS സെന്റ് മേരീസ് ചൊവ്വന്നൂർ, മരത്തങ്കോട് ഗവൺമെന്റ് UP സ്കൂൾ, വെള്ളാർക്കാട് വിവേകസാഗരം സ്കൂൾ എന്നിവ വിദ്യാലയങ്ങൾക്ക് പുറമെ തൊട്ടിപ്പാലം KS UP സ്കൂൾ, ഇരിങ്ങപ്പുറം SM UP സ്കൂൾ എന്നിവിടങ്ങളിലും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പഠനോപകരണ വിതരണം ഒരുക്കിയത്. അധ്യാപകരായ കേശവൻ, ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവീൺ, ഡയോണ, ഫെമി, മനോജ് എന്നിവർ നേതൃത്വം നൽകി. 2016-ൽ 3 കുട്ടികൾക്കായി ആരംഭിച്ച പഠനസഹായ സംരംഭം 10ാം വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 100 കുട്ടികളിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പനമനങ്ങാട് ഗ്രാമീണ വായനശാലയിൽ സുവിധം ഫൗണ്ടേഷൻ നടത്തി വരാറുള്ള നിർധനരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം സംഘടിപ്പിച്ചു. സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരാക്കാട്ട്, സെക്രട്ടറി താഴത്തുപുരയ്ക്കൽ ഗോപി, ട്രഷറർ
ഷാജി വലിയറ, വൈസ് പ്രസിഡന്റ് കെ ഷാജൻ, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചർമ്മം കുണ്ടന്നൂർ നെയ്യൻ ലോനപ്പൻ മകൻ ലാസർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിൽ നടന്നു. ലിസി ബാരയും ലാലി, ലിമി, ലിഷ എന്നിവർ മക്കളുമാണ്. ആനക്കോട്ട കിഴക്കേ ഗേറ്റിന് സമീപം വെപ്പിൽ പരേതനായ ഗോപാലൻ മകൻ സുനിൽ ബാബു നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സുജാതയാണ് ഭാര്യ. സുജിത്ത്, സുനീജ എന്നിവർ മക്കളാണ്. കണിപ്പയൂർ പരേതനായ ചെറുവത്തൂർ ഇയാക്കു ഭാര്യ അന്ന നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റെനീഷ് എന്നിവർ മക്കളാണ്. മറ്റും കാക്കശ്ശേരി ജോസഫ് മകൻ സൈമൺ മാസ്റ്റർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11:30 മറ്റും സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതയായ കൊച്ചു ത്രേസ്യ ഭാര്യയും ജോഷി, ജെയിംസ്, നാൻസി, ഷാജ് എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കാലവർഷം ശക്തമായി. കാറ്റിലും മഴയിലും വ്യാപക നാശം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ശക്തമായ മഴ സാധ്യത നിലനിൽക്കുന്നതിനാൽ തിങ്കളാഴ്ച തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് കളക്ടർ. കുഞ്ഞിറക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കടലിൽ നിന്ന് ശക്തമായി തിരയടിച്ച് റോഡിലേക്ക് കയറി. പാലപ്പെട്ടി കാപ്പിരിക്കടവിലെ അലിയാർ പള്ളി കടലേറ്റ ഭീഷണി. കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിലാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം ചൂൽപ്പുറത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഞ്ചേക്കറിൽ വിശാലമായ കളിക്കളം ഒരുക്കുവാൻ ചാവക്കാട് നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ചാൽ കായിക വകുപ്പ് 50 ലക്ഷം രൂപ കൂടി നൽകാമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മൊബൈൽ FHTP വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂരിൽ നിന്നുള്ള മണ്ണെടുപ്പിൽ ദുരിതത്തിലായി നാട്ടുകാർ. കുന്നിടിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് മഴവെള്ളം ഗതിമാറി ഒഴുകി വീടുകളിലേക്ക് എത്തുന്നതാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത്. തലമുറകൾക്ക് അറിവ് പകർന്ന പൊതുവിദ്യാലയത്തിനായി അപൂർവങ്ങളിൽ അപൂർവവും ഉന്നതവുമായ മാതൃക തീർത്ത ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ തടാകം MV കുഞ്ഞഹമ്മദ് ഹാജി. 124 വർഷം പഴക്കമുള്ള പുന്നൂർ GMLP സ്കൂളിലെ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ 51,90,000 രൂപ ചെലവഴിച്ച് സൗജന്യമായി വാങ്ങി നൽകിയ 30.25 സെന്റ് ഭൂമിയുടെ ആധാരം മന്ത്രി ആർ ബിന്ദുവിന് കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.